ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള നെയ്വടയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മൾ കുഞ്ഞുനാളിലൊക്കെ ഒരുപാട് കഴിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇത് അത്ര അങ്ങോട്ട് പരിചയം ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഇത് കണ്ടിട്ട് എന്തായാലും ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയുക. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പൊ അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുള്ളൂ. അപ്പൊ ഇത് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം ഈസ്റ്റ് പൊങ്ങാൻ വേണ്ടി വെക്കണം. അപ്പൊ നമ്മൾ ഇളം ചൂടുള്ള 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ 1/2 ടേബിൾ സ്പൂൺ ഈസ്റ്റ് ഇട്ടിട്ടുണ്ട്. അത് ഡ്രൈ ഈസ്റ്റ് ആണെങ്കിലും ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണെങ്കിലും ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. അതിൽ എന്നിട്ട് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നല്ലപോലെ അതൊന്ന് അലിയിച്ചെടുക്കുക. ഇളം ചൂടുള്ള വെള്ളം തന്നെ വേണം, അല്ല ഈസ്റ്റ് ശരിയായിട്ട് പൊങ്ങൂല. അപ്പൊ ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. അതൊരു 10 മിനിറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ 1/2 കപ്പ് മൈദയിലേക്ക് 2 നുള്ളു ബേക്കിംഗ് പൗഡർ ചേർക്കുന്നുണ്ട്. അതേപോലെ തന്നെ 2 നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ബേക്കിംഗ് പൗഡർ ചേർക്കണം, എന്നാലേ നല്ല സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ. അതും കൂടുതലായിട്ട് ചേർക്കാൻ പാടില്ല. ഇനി ഇതിനകത്തോട്ട് ഞാൻ 5 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്ക്ക് പകരം ബട്ടർ ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനി നല്ലപോലെ കൈവച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാവരുടെയും ആ നെയ്യ് നല്ലപോലെ പിടിച്ച് നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ഈസ്റ്റിന്റെ മിക്സ് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ വെള്ളം മതിയാവില്ല, 1/2 കപ്പ് മൈദക്ക് ഇച്ചിരി കൂടെ വെള്ളം ഒഴിക്കേണ്ടി വരും. അപ്പൊ ഏകദേശം 1-2 ടേബിൾ സ്പൂൺ ഒക്കെ ഒഴിക്കുമ്പോഴേക്കും ഏകദേശം ശരിയാവും. നല്ലപോലെ ഒട്ടിപ്പിടിക്കുന്ന പരുവത്തിലാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത്. അല്ലാതെ ചപ്പാത്തി മാവിന്റെ പരുവാവാൻ പാടില്ല. ടൈറ്റ് ആയി കഴിഞ്ഞാൽ ഇത് സോഫ്റ്റ് ആയിട്ട് കിട്ടൂല. അപ്പൊ ഞാനിത് 2 ടേബിൾ സ്പൂൺ കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം നിങ്ങൾ നോക്കിയിട്ട് കുറച്ചായിട്ട് ഒഴിച്ചാൽ മതി. ഈ പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. കയ്യിലും അതേപോലെ തന്നെ പാത്രത്തിലൊക്കെ നല്ലപോലെ ഒട്ടിപ്പിടിക്കണം. അപ്പൊ ഈ പരുവത്തിലാണ് നമ്മൾ ഇനി ഇത് എടുത്ത് വെക്കാൻ പോകുന്നത്. അപ്പൊ ഇത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഈ പരുവത്തിലാക്കി എടുക്കുക. ഇനി നമുക്ക് അടച്ച് ഒരു 1-2 മണിക്കൂർ വെക്കാം. നല്ല ചൂടുള്ള സ്ഥലമാണെങ്കിൽ 1 മണിക്കൂറൊക്കെ മതിയാ. ഒരുപാട് അങ്ങ് പൊങ്ങണമെന്നില്ല, സോഫ്റ്റ് ആയാൽ മതി. അപ്പൊ ഇതേ ഞാനിവിടെ 1 മണിക്കൂറാണ് വെച്ചിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് മാവ്. ഇനി ഇത് ജസ്റ്റ് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കേ വേണ്ടുള്ളൂ. ഒരുപാട് അങ്ങ് കുഴക്കൊന്നും വേണ്ട. ഈ സമയത്ത് വേണം നമ്മൾ ഇനി ഇതിലേക്ക് വേണ്ട ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനായിട്ട് പഞ്ചസാര പാനി. അപ്പൊ ഞാൻ 1/2 കപ്പ് പഞ്ചസാര ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഈ പഞ്ചസാര നല്ലപോലെ അലിയിച്ചെടുക്കാം. നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കണം, കാരണം പഞ്ചസാര ഒരു നൂൽ പരുവാവാൻ പാടില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ തണുക്കുമ്പോൾ അത് പെട്ടെന്ന് അങ്ങ് കട്ടയാവും, പിന്നെ ഇതിനകത്തോട്ട് അങ്ങ് കയറൂല. അപ്പൊ നല്ലപോലെ അലിഞ്ഞതിന് ശേഷം നമുക്ക് 1-2 മിനിറ്റും കൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇപ്പൊ പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ ഒരു നാരങ്ങയുടെ പകുതി ചേർക്കുന്നുണ്ട്. ചെറിയ നാരങ്ങയാണെങ്കിൽ ഒന്ന് മുഴുവനായിട്ട് ചേർക്കാം. കട്ട പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര. അപ്പൊ ഇനി തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇതങ്ങ് അടച്ചു വെക്കാം. ഇനി നമുക്ക് മാവിന്റെ ഒരു സൈഡിൽ നിന്ന് ഒരു കുഞ്ഞു ബോൾ എടുക്കാം. ഒരുപാട് വലുതാക്കണ്ട, കാരണം എണ്ണയിൽ ഇടുമ്പോഴേക്കും അത് കുറച്ച് പൊങ്ങി വരും. എന്നിട്ട് എണ്ണ തടവിയ 2 കൈ കൊണ്ട് ഇതേപോലെ ഒന്ന് ഉരുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി എടുത്താൽ മതി. കയ്യിൽ എണ്ണ തടവണം, അല്ലെ ഒട്ടിപ്പിടിക്കും. എന്നിട്ട് ജസ്റ്റ് നമ്മൾ ഒരു വിരലിട്ടിട്ട് അതിനൊരു ഹോൾ ഉണ്ടാക്കിയാൽ മതി. കറക്റ്റ് ഷേപ്പ് ഒന്നും എന്തായാലും കിട്ടൂല, അത് ആരും ടെൻഷൻ അടിക്കേണ്ട. പക്ഷെ എണ്ണയിൽ ഇട്ട് വരുമ്പോഴേക്കും ഏകദേശം ഒരു റൗണ്ട് ഷേപ്പ് ആയിട്ട് വരും. അപ്പൊ ഇതേപോലെ ആക്കിയിട്ട് എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുത്താൽ മതി. നല്ല ചൂടുള്ള എണ്ണയിൽ ഇട്ട് കൊടുക്കുക. അപ്പൊ ഇനി നമുക്ക് ചൂടുള്ള എണ്ണയ്ക്കകത്തോട്ട് ഇത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റുക. ഇത് ഉൾഭാഗം കുറച്ച് വേവാനുള്ളതാണ്. അപ്പൊ ഒരുപാട് തീയിലിട്ട് വേവിച്ചെടുക്കാൻ പറ്റില്ല. ഇടുമ്പോൾ മാത്രം ഫ്ലെയിം കൂട്ടിയാൽ മതി. അതിപ്പോ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കും. ഒരുപാട് അങ്ങ് പൊങ്ങൊന്നുമില്ല, എണ്ണയുടെ മുകളിലോട്ട് ജസ്റ്റ് വരുള്ളൂ. ആ ഭാഗം ഒന്ന് റെഡി ആയതിനു ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കുക. കുറച്ച് സമയം എടുത്ത് വേവിക്കണം, എന്നാൽ മാത്രമേ ഉള്ളിൽ നല്ല പോലെ പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടുള്ളൂ. അതേപോലെ തന്നെ ഒരുപാട് കളർ ആക്കേണ്ട ആവശ്യമില്ല, ഒരു ലൈറ്റ് കളർ വന്നാൽ മതി. അപ്പൊ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ആയിട്ടുള്ള നെയ്വടയാണ്. ഇനി നമ്മൾ ഇത് നേരെ ചൂടോടെ പഞ്ചസാര പാനിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം പഞ്ചസാര പാനി ഇപ്പൊ ചെറിയ ചൂടുണ്ട്, ഇട്ട് കൊടുക്കുക. എന്നിട്ട് അപ്പം തന്നെ ഒന്ന് അത് തിരിച്ചു ഇട്ട് കൊടുക്കുക. പഞ്ചസാര ഒരുപാട് കട്ടിയായി കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് പഞ്ചസാര കയറൂല. അപ്പൊ അതുകൊണ്ടാണ് ഒരുപാട് നേരം ഇട്ട് വേവിക്കരുതെന്ന് പറഞ്ഞത്. അപ്പൊ ഇത് എല്ലാം ഞാൻ ഇതേപോലെ പഞ്ചസാര പാനിയിൽ ഇട്ട് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒക്കെ ഇട്ട് വെച്ചാൽ മതിയാവും. അപ്പോഴേക്കും തന്നെ കേറിക്കോളും. ഒന്ന് ഇടയ്ക്കൊന്ന് തിരിച്ചിട്ട് കൊടുത്താൽ നല്ലതായിരിക്കും.
അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല അടിപൊളിയായിട്ടുള്ള നല്ല തേന് പോലത്തെ നെയ്വടയാണ്. ഇതിന്റെ അകത്തൊക്കെ നല്ല പോലെ ഷുഗർ സിറപ്പ് കയറിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഇതിൽ പറഞ്ഞ പോലെ അളവുകളൊക്കെ കൃത്യമായിട്ട് എടുത്ത് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് പറയാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെയ്വടയാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.